ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ്, കുറേ മാസങ്ങളായി, ഒരു 3-4 മാസം ആയിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിനൊരു കാരണവും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ഒരു കുഞ്ഞ് റീലായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്കിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ യൂട്യൂബിലിട്ട വീഡിയോയിൽ ചെറിയൊരു റീലായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ കാര്യം, ആദ്യം തന്നെ ആ ഒരു സന്തോഷ വാർത്ത പറയാം. അപ്പോൾ അറിയാത്തവർക്കും കൂടിയിട്ട് വീഡിയോ ഇടാത്ത ഒരു റീസൺ, ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ ദച്ചുവിനും നമ്മുടെ വസക്കുട്ടിക്കും നമ്മുടെ 2 കുടുംബന്മാർക്കും ഒരു പുതിയൊരു കുഞ്ഞുവാവ കൂടി വരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം. അപ്പം അതിൻ്റെ ഒരു റീല് രാജേഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ പോസിറ്റീവാന്ന് അറിഞ്ഞപ്പം അത് കാണിച്ചു കൊടുക്കുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി പേര് വിഷേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവായിട്ട് ചേച്ചി ഒരു വീഡിയോ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇപ്പോൾ 4 മാസമായി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതുവരെയുള്ള ആ ഒരു എന്താ പറയുക ജേണി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ക്ഷീണം, പിന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു 3-ാം മാസം ആയപ്പോൾ കുഞ്ഞ് ചെറുതായിട്ടൊരു ബ്ലീഡിങ് ഒക്കെ ആയി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് അമ്മയ്ക്ക് കണ്ണിൽ ചൂടൊക്കെ ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ അവിടെ നമ്മൾ എഴുതിയൊക്കെ കൊടുത്തിട്ടാണ് പിറ്റേ ദിവസം പോയി കാണിച്ചു. പിന്നെ സ്കാൻ ചെയ്തു. അപ്പോൾ 3 മന്തിൽ നമ്മളൊരു സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞൊക്കെ സുഖമായിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും അതേ മാസം തന്നെ ഒരു സ്കാനിങ് കൂടി ചെയ്യേണ്ടി വരുന്നു, കാരണം ബ്ലീഡിങ് ആയപ്പോൾ. പിന്നെ ഭയങ്കര ക്ഷീണമാണ്. കാരണം വസുക്കുട്ടീനെ ഇപ്പോൾ 2 പേര് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വസുക്കുട്ടിയുടെ കാര്യത്തിൽ വോമിറ്റിംഗ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. വലിയ എന്നാൽ പ്രശ്നമില്ല, ജോലിക്കൊക്കെ ഞാൻ പോകും, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദച്ചുവിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഓടിച്ചാടി ഓഫീസിലൊക്കെ പോകുമായിരുന്നു. ഡെലിവറി ചെയ്യുന്ന സമയം വരെയും പോയിട്ടുണ്ടായിരുന്നു വർക്കിനല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസിൽ ഇനിയിപ്പോൾ കൊറോണയൊക്കെ വന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ എന്ന് അറിയില്ല. ഭയങ്കര ക്ഷീണമാണ്, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഛർദിലും ഒക്കെയാണ്. പിന്നെ മൊബൈലൊക്കെ എനിക്ക് കാണുമ്പോൾ അലർജിയാണ്, മൊബൈൽ എടുക്കാനേ പറ്റുന്നില്ല. അതിനായിട്ട് കുറേ പേര് ഇപ്പോൾ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി കാണുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അവർക്ക് മറുപടി പോലും കൊടുക്കാൻ പറ്റില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യം ഈ കുഞ്ഞുവാവ ഉണ്ടാകുന്ന കാര്യം നമ്മുടെ കുറുമ്മമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. എന്താണ് നമ്മുടെ ദച്ചുക്കുറുമനും നമ്മുടെ വസുക്കുറുമനും പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. പിന്നെ എന്താ വിശേഷം, രാജേഷ് ചേട്ടൻ ഇവിടെ ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു മിസ്സിങ് എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ എല്ലാവരും ഞാൻ 3ാമത്തെ ആണ് കുഞ്ഞുവാവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാവരും 2ാമത്തെ കുഞ്ഞുവാവയിൽ തന്നെ എല്ലാവരും നിർത്തുകയാണ് വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, രാജേഷേട്ടനും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേർക്കൊന്നും 3ാമത്തെ ഒരു കുട്ടി താല്പര്യം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പം അവരെയൊന്നും നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം നമുക്കൊരു പെൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പെൺകുട്ടിയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്നു. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലാകുമായിരിക്കും. ഇപ്പോൾ കുറച്ച് കുഞ്ഞു വയറൊക്കെ വന്നിട്ടുണ്ട്, ഇതാണ്ടോ. അപ്പോൾ ഇപ്പോൾ ബസ്സിലാണ് പോകുന്നത് ഓഫീസിലൊക്കെ കേട്ടോ. ഇപ്പോൾ അങ്ങനെ 2 വീലർ എടുക്കുന്നില്ല കേട്ടോ, ഭയങ്കര ടയേർഡൊക്കെ ആയതുകൊണ്ട് 2 വീലറൊന്നും അങ്ങനെ എടുക്കുന്നില്ല. ഇപ്പം ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വൈകുന്നേരമൊക്കെ വരുമ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. എന്താ നമ്മുടെ കുറുമ്പന്മാരൊക്കെ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി, നമ്മുടെ വസുക്കുട്ടി. ഹായ് പറയൂ. ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് കാണിക്കുന്ന ഹോസ്പിറ്റല് ലക്ഷ്മി ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ അതും കാണിച്ചാൽ ലക്ഷ്മി ഹോസ്പിറ്റലാണ്. ബിന്ദു ഡോക്ടറെയാണ് കാണിക്കുന്നത്. 2 വസുവിനെയും ദച്ചുവിനെയും നമ്മൾ അവിടെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പം അവിടെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ്, കാരണം എനിക്ക് നിൽക്കാൻ പോലും വരാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇതിൽ സ്കാനിങ്ങിൽ നമ്മുടെ കുഞ്ഞുവാനെ കാണിച്ചു തരാം. നമ്മുടെ ദച്ചൂസ് എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കുഞ്ഞുവാനെ കാണണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫയൽ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പോയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ എടുത്ത സ്കാനിങ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബ്ലീഡിങ് ഒക്കെ ആയപ്പോൾ 2ാം പ്രാവശ്യം പോയി എടുത്ത സ്കാനിങ് ആണ്. അപ്പോൾ കുഞ്ഞുവാനെ ദച്ചൂസ് എപ്പോഴും വന്ന് കുഞ്ഞുവാനെ കാണണം എന്നൊക്കെ പാവം പറയും കേട്ടോ. എന്നും ഉമ്മയൊക്കെ വന്ന് തരും കുഞ്ഞുവാക്കി. അങ്ങനെ ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ ദച്ചുക്കുട്ടിയും വസുക്കുട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ അവർ വാശിയൊന്നുമില്ല. എനിക്ക് ഒട്ടും വയ്യാന്ന് അവർ കാണാമല്ലോ, ഛർദ്ദിക്കുമ്പോൾ മുതുകൊക്കെ വന്ന് തടവി തരും. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുവാവ.
അപ്പോൾ ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താ, എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം വേണം ആരോഗ്യത്തോടെ കുഞ്ഞാവ ഉണ്ടാകാൻ വേണ്ടി. പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്, കാരണം രാവിലെ ജോലിക്ക് നമ്മൾ പോയി 10 മണി തൊട്ട് 5 മണി വരെ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ കിടക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഒന്ന് കിടക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ വന്ന് കുറച്ച് സമയം കിടക്കും. അമ്മ ഒരു കാര്യം പറയട്ടെ, നോക്ക് നോക്ക് പറയട്ടെ. അസുക്കുട്ടിക്ക് നോക്ക്, അസുക്കുട്ടിക്ക് കുഞ്ഞുവാൻ വേണ, കുഞ്ഞുവാൻ വേണ, വേണ്ട കുഞ്ഞുവിന് വേണ്ടേ, കുഞ്ഞുവാന് വേണ, വേണ വേണ്ടയോ അത് പറ. നോക്ക്, അമ്മ നോക്ക്, നോക്കടി. എന്നാ പിന്നെ ഞാൻ പറയില്ല, നോക്ക് കുഞ്ഞുവാന് വേണ. അമ്മന്റെ വയറ്റിൽ കുഞ്ഞുവാവിയുണ്ട്. ഉണ്ടടി, സത്യമായിട്ടുണ്ടടി, ഉണ്ടടി. വേണമെങ്കിൽ തരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ തരില്ല അമ്മ. വേണ വേണ ആ പാപ്പൂനില്ലേ കുഞ്ഞുവാവന് ഇഷ്ടമാണ്. കുഞ്ഞുവാവനെ വേണ, കുഞ്ഞുവാവനെ വേണ, അമ്മന്റെ കുഞ്ഞുവാനെ വേണ. കുഞ്ഞാൻ വന്ന് നോക്കുവോ, നോക്കുവോ എങ്ങനെ എടുക്കും? കുഞ്ഞുവാവ് വന്നാൽ തെച്ച് നോക്കുവോ, എങ്ങനെ എടുക്കും? ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെ ഉമ്മ കൊടുക്കും? അങ്ങനെ കൊടുക്കുവോ? പാപ്പു പാപ്പു ഇത് നോക്ക്, വയറ്റിലില്ലേ കുഞ്ഞുവാവിയുണ്ട്. സത്യമായിട്ടും പിന്നെ എന്നെ നോക്കുവോ? കുഞ്ഞുവാവ ഒരു 10 മാസം കഴിയുമ്പോൾ വരും. എന്നെ നോക്കൂ കുഞ്ഞാനെ, നോക്കുവോ എൻ്റെ മകൻ പൊന്നുപോലെ കുഞ്ഞാനെ, നോക്കുവോ? എങ്ങനെ എടുക്കും കുഞ്ഞാനെ? ഇങ്ങനെ എടുക്കുവോ? ദാദേച്ചിപ്പാപ്പ കുഞ്ഞുവായ്ക്ക് കുട്ടിദോശയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞുവാവയ്ക്ക് ദോശയൊക്കെ കൊടുക്കുകയാണ്. ആൻ്റെ കുഞ്ഞുവാ തൊത്തുമണി എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കുക കുഞ്ഞുവാവനെ? ഇങ്ങനെ എടുക്കോ? എന്ത് കുഞ്ഞാവയാണ്? ദേച്ചുപാപ്പ പെണ്ണു കുഞ്ഞാവന്നൊക്കെ പറയുന്നേട്ടാ. ദേച്ചുപാപ്പ നമുക്ക് എന്ത് കുഞ്ഞാവാനും കുഴപ്പമില്ല അല്ലേ? എൻ്റെ അമ്മ നോക്കുവോ? ദേച്ച് എന്ന് വന്നു എനിക്ക് ഉമ്മ തരും. കുഞ്ഞുവാവയ്ക്ക് ദോശയൊക്കെ കൊടുത്ത് എൻ്റെ നെയ്റ്റി മൊത്തം ചട്നിയൊക്കെ ആക്കിയിരിക്കുകയാണ് എൻ്റെ ദേച്ചുകുട്ടി, ദേച്ചു കുടുംബൻ.